വിനോദ് ഗത്തൽ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. സാലറി കുറഞ്ഞ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് സൗദിയിലെ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരത്തിലുള്ള പുതിയ അറിവുകളും അപ്ഡേറ്റുകളും നിങ്ങളുടെ ഫോണിൽ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റായി നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമന്റായിട്ട് എഴുതി അറിയിക്കുക. ഈ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ പ്രവാസികൾ പലതരം സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ യൂട്യൂബ്, സ്നാപ്ചാറ്റ്, അങ്ങനെ ഒത്തിരി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെയൊക്കെ പരസ്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സർക്കിൾ ആപ്പ്, അതായത് ഒരു റൗണ്ട് ഡോട്ട് ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഇത് എന്താണെന്നും ആർക്കൊക്കെ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഉപകാരപ്പെടും എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഈ സർക്കിൾ ആപ്പ് എന്ന് പറയുന്നത് ഇതൊരു കമ്മ്യൂണിറ്റി സേവിങ് റൊട്ടേഷൻ സിസ്റ്റമാണ്, ഫിനാൻഷ്യൽ സിസ്റ്റം എന്നൊക്കെ പറയാം. അതായത് 10, 20, 30, 50 ഒക്കെ ആളുകൾ ചേർന്ന് ജോയിൻ ചെയ്ത് നടത്തുന്ന ഒരു ഗ്രൂപ്പായിട്ട് നടത്തുന്ന ഒരു സിസ്റ്റമാണ് ഇത് വളരെ വ്യക്തമായിട്ട് പറയാന്ന് വെച്ചെങ്കിൽ നമ്മുടെ നാട്ടിലെ ചിട്ടി അല്ലെങ്കിൽ നമ്മളെ കുറി വെക്കുക എന്നൊക്കെ പറയില്ലേ, 10, 50 പേരൊക്കെ ഉണ്ടാവും. അതിൽ മാസത്തിൽ 1000 റിയാൽ കുറി, 1000 റിയാൽ അങ്ങനെ 2000 റിയാലെ വെച്ച് കുറി വെക്കില്ല നമ്മൾ, അതേപോലെ ഒരു സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ, അതായത് ഈ ഗ്രൂപ്പ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിലൊരു 10 പേര് ചേർന്നെന്ന് വിചാരിക്കുക. ഈ 10 പേരിൽ ഓരോ മാസം ഒരു ഫിക്സഡ് എമൗണ്ട് ഇവരിടും. അതായത് 10 പേരെന്ന് വെച്ചപ്പോൾ ഒരു 1000 റിയാൽ വെച്ചിട്ട്, അങ്ങനെ 10 പേരാകുമ്പോൾ 10,000 റിയാൽ. ഇത് എല്ലാ മാസവും ഓരോരുത്തർ 1000 റിയാൽ വെച്ചിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒരു മാസത്തിൽ ഈ നറുക്കെടുക്കുന്ന പോലെ ഒരാൾക്ക് ഇതൊന്നൊരു ആ എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് കിട്ടുമ്പോൾ ആദ്യത്തെ എമൗണ്ട് കിട്ടുന്നത് ആരാണോ ആ ആൾക്ക് 20% കുറച്ചിട്ട് കൊടുക്കുള്ളൂ. അതായത് 10,000 കിട്ടേണ്ടതിന് പകരം കൊടുക്കുന്നത് 8,000 റിയാലായിരിക്കും തിരിച്ചു കൊടുക്കുക. 20% അവരോട് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ, അല്ലെങ്കിൽ കട്ട് ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾ, പിന്നെ അടുത്ത ആൾക്ക് നറുക്ക് കിട്ടും, അടുത്ത ആൾക്ക് നറുക്ക് കിട്ടും. ഇതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ നറുക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമുക്ക് ഇതിലെ 20% കട്ടാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമുണ്ട് ഒരാൾക്ക്. ഇപ്പോൾ പൈസ, എനിക്കിപ്പോൾ ഒരു 10,000 റിയാൽ അർജന്റായിട്ട് അടുത്ത ആഴ്ച വേണം, അല്ലെങ്കിൽ അടുത്ത മാസം വേണം. എനിക്ക് സാലറി കുറവ്, എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റില്ല. 10,000 റിയാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചാൽ ആൾ 10,000 റിയാൽ എന്തായാലും തരില്ല, 1000 റിയാൽ 2,000 ഒക്കെ തരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 10,000 റിയാൽ വേണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെയൊരു സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ 10,000 നമുക്ക് കിട്ടും. പക്ഷേ അവിടെ 8,000 റിയാൽ എനിക്ക് കിട്ടുള്ളൂ. ആ 8,000 നമുക്ക് അർജന്റാണ് പൈസ, കാരണം എനിക്ക് അടുത്ത മാസം എന്തായാലും വേണം ഒരു അത്യാവശ്യത്തിന്. അപ്പോൾ 2,000 റിയാൽ കുറഞ്ഞാൽ ആ 8,000 എനിക്ക് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ആ 8,000 നമ്മൾ 20% കട്ടാവുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു പൈസ പോലും കട്ടാവില്ല. നിങ്ങൾക്ക് അതൊരു സേവിങ്സ് ആയിട്ട് മാറും, ഒരു സേവിങ് അക്കൗണ്ട് ആയിട്ട് മാറും. നിങ്ങൾക്ക് ആ പൈസ കിട്ടും. പക്ഷെ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒരു 3, 4 അല്ലെങ്കിൽ 5, 6 മാസത്തിന്റെ ഇടയിൽ എടുക്കുമ്പോൾ നമുക്ക് 5% അല്ലെങ്കിൽ 15% അല്ലെങ്കിൽ 10% ഒക്കെ കട്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പൈസ ഉപകാരപ്പെടും. അതായത് നമ്മൾ 1000 റിയാൽ മാറ്റി വയ്ക്കുന്നതിന് പകരം നമ്മളൊരു ഗ്രൂപ്പ് സിസ്റ്റത്തിൽ ഇടുന്നു. പിന്നെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും ഒരു ലാഭം നമുക്ക് കിട്ടുമോ എന്ന് ഇവരടുത്ത് വിളിച്ച് ചോദിക്കേണ്ടി വരും. കാരണം ഫുള്ള് ഡീറ്റെയിൽ ഇവരൊന്നും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഈ കുറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നാട്ടിൽ പോയി, അല്ലെങ്കിൽ ലീവിന് നാട്ടിൽ പോയ സമയത്താണ് ഈ കുറി അടയ്ക്കാനുണ്ടുള്ള ടെൻഷനും വേണ്ട. നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാലും ഈ സൗദിയിലെ സിം കാർഡ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, നെറ്റ്വർക്ക് കവറേജ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അവിടെ നാട്ടിൽ നിന്നും ഈ പൈസ അടയ്ക്കാൻ പറ്റും. അതിന്റെ OTP വരണമെന്നൊക്കെ ഉള്ളൂ, അത് നാട്ടിൽ നിന്ന് അടയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ 1 മാസം 2 മാസമൊക്കെ അടയ്ക്കാൻ വൈകി കഴിഞ്ഞാൽ, കാരണം ആ ഒരു ഗ്രൂപ്പിലത്തെ സിസ്റ്റം, ആ ഗ്രൂപ്പ് 10 പേരാണ്. 10 പേരിൽ ഒരാൾ അടയ്ക്കാൻ വൈകി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പൈസ കൊടുക്കണ്ടേ, 10,000 കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവർ ലീഗലായിട്ട് ഇവർ മൂവ് ചെയ്യും. അത് ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മളെ ഇക്കാമ നമ്പറും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചേരുന്നത്. അതുകൊണ്ട് ഇക്കാമയിൽ ഫൈൻ വരും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരും, നാട്ടിൽ പോകാൻ പറ്റാത്ത പ്രശ്നം വരും. പക്ഷേ ഇതൊരു ഉപകാരമുള്ളൊരു സംഭവം കൂടിയാണ്. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് അടച്ചാൽ മതി. ഒരു ബാങ്കിന്റെ അണ്ടറിലല്ല, അതായത് ഒരു ബാങ്കിന്റെ അണ്ടർ മീൻസ് ഒരു ബാങ്ക് നടത്തുന്ന പരിപാടിയല്ല ഇത്. അപ്പോൾ നമുക്ക് ഇതൊരു ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആണെന്ന് ചോദിച്ചാൽ ഫുള്ള് പ്രൊട്ടക്റ്റഡ് അല്ല, എന്നാൽ പ്രൊട്ടക്ഷൻ ആണ് അതിന്. ഇപ്പൊ സാമയുടെ അണ്ടറിൽ ഇതിൽ വരുന്നില്ല. സാമ എന്ന് പറയുന്ന ഇപ്പൊ എല്ലാ ബാങ്കുകളും, പൽരാജ് ആയിക്കോട്ടെ, SNB ആയിക്കോട്ടെ, സാബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അലിൻമ ആയിക്കോട്ടെ, ഫ്രാൻസി ബാങ്ക് ആയിക്കോട്ടെ, ANB ആയിക്കോട്ടെ, ഏത് ബാങ്കുകളും സാമ എന്ന് പറയുന്ന ഇവരുടെ അണ്ടറിലാണ് ഈ ബാങ്കുകളൊക്കെ വരുന്നത്. പക്ഷേ ഈ സർക്കിൾ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിന്റെ അണ്ടറിൽ വരുന്നില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ആർക്കും ഉപകാരപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇപ്പം എന്തിനാണ് സിസ്റ്റം, എന്തുകൊണ്ട് നമുക്ക് എന്താ കാര്യമുള്ളതെന്ന് ചിലപ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ഈ വീഡിയോ കാണുന്നത് ചിന്തിക്കും. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് നമുക്ക് കുറച്ച് കാശ് ആവശ്യമുണ്ട്, എന്നാൽ ബാങ്ക് ലോൺ എടുക്കാനുള്ള സാലറി, ബേസിക് സാലറി നമുക്കില്ല. 4,500, 5,000, 6,000, 6,000 മേലേക്കുള്ള സാലറി നമുക്കില്ല. ഇത്രയും 4,500 മിനിമം ഉണ്ടെങ്കിലേ മാത്രമേ ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള കാശ് കൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഉപകാരപ്പെടുന്നത് ഉണ്ടായിരിക്കാം. എന്തെങ്കിലും നമുക്ക് വീടിന്റെ ആവശ്യത്തിനോ, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ചെറിയ കാര്യത്തിനോ, കല്യാണ ആവശ്യത്തിനോ, സ്വർണ്ണം മേടിക്കാനോ, അതിനൊക്കെ പെട്ടെന്ന് നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ടവരെടുത്തോളൂ. പക്ഷേ ഇത് കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് 1,000 മാസം വെച്ച് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്
നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഫുള്ള് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് സേഫ് അല്ല, എന്നാൽ സേഫ് ആണ്. അതായത് ജമിയ എന്ന് പറയുന്ന ഇവരുടെ ഒരു അണ്ടറിൽ വരുന്ന തന്നെയാണത്. ഫുള്ള് ലീഗൽ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇവരൊരു മാനേജ് ഗ്രൂപ്പ് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ റേഷ്യോ ഒക്കെ നോക്കുമ്പോൾ നല്ല റേഷ്യോ ആണ് കാണുന്നത്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് ആളുകൾ നിന്ന് പൈസ എടുത്തിട്ടുണ്ട്. പൈസ എടുത്തിട്ട് വല്ല ബുദ്ധിമുട്ട് വന്നവരോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായവർക്കൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടതില്ല. കാരണം പല ആളുകൾക്കും ഇത് ഉപകാരപ്പെടും. കുറഞ്ഞ ശമ്പളത്തിനൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന അവസരന്മാർ അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഇതിൽ പൈസ എടുത്ത ആരും അടയ്ക്കാതിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ലീഗലായിട്ട് നമ്മൾ ഇക്കാമ നമ്പർ ഇതെല്ലാം കൊടുക്കുന്ന കാരണം കൊണ്ട് ലീഗലായിട്ട് ഇവർ നേരിടുന്നതിന് അതുകൊണ്ട് ലീഗലായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ആ പേടി കൊണ്ട് ഇവർ പൈസ ഇതിൽ ഈ ഗ്രൂപ്പ് സിസ്റ്റത്തിൽ 10 പേരായാലും ശരി 20 പേരായാലും ശരി ആ പൈസ എന്തായാലും അവരടയ്ക്കും. അതുകൊണ്ട് പേടിക്കാനില്ല. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ മാറരുത് അക്കൗണ്ടിന്റെ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പൈസ ക്രെഡിറ്റ് ആവുന്നത് നിങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ടിലേക്കാണ്. പിന്നെ ചില ആളുകൾക്ക് വാലറ്റിലേക്കും ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ മന്ത് തന്നെ നമ്മൾ പൈസ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ 20% കട്ടാക്കും. പിന്നെ 3ാമത്തെ 4ാമത്തെ മന്ത് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിന്റെ 10 മുതൽ 15% കട്ടാക്കും. പിന്നെ 4ാമത്തെ 5ാമത്തെ 6ാമത്തെ മന്ത് എടുക്കുകയാണെന്ന് നമുക്ക് 5% കട്ടാക്കും. ലാസ്റ്റ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പൈസ ഒന്നും കട്ടിയില്ല, നമ്മൾ ഫുൾ എമൗണ്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ.